ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABD സീസണിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ സീരീസ് മനഃപൂർവ്വം സ്ലോ ആക്കി ഇടുന്നതാണ് എന്നൊരു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിന് ഇമെയിൽ വരുന്നുണ്ട്, ഇതുപോലെ ഡിലേറ്റ് ആക്കി കളഞ്ഞില്ലെങ്കിൽ സ്ട്രൈക്ക് തരുമെന്നും പറഞ്ഞിട്ട്. ക്ലെയിമും അല്ല, സ്ട്രൈക്കാണ്, പണിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പിസോഡ് റിലീസായിട്ട് പോലും ഞാനിത് ഇടാനായിട്ട് മടിക്കുന്നതും പതുക്കെ ഇടുന്നതും. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇടാൻ ശ്രമിക്കാം, പക്ഷേ എനിക്ക് ഇതുപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുമെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. സോ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഷുവായു നോക്കുമ്പോഴത്തേക്കും ഹുവായുങ്ങിന് ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അവൻ ഡോക്ടറിനെ കോൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയുന്ന ഒരു ഇഞ്ചക്ഷനും ഷുവായു ആണെങ്കിൽ ഹുവായുങ്ങിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു സീൻ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലും കണ്ടത്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കാണിക്കുന്നത് ഹുവായുങ്ങാണെങ്കിൽ ഷെന്നിനെ കോൾ ചെയ്യുന്നതാണ്. എന്നിട്ട് താനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് ഷെന്നാണെങ്കിൽ ഇതിനൊക്കെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷെന്നാണെങ്കിൽ ഹുവായുങ്ങിനെ കാണാനായിട്ട് പോകുന്നതാണ്. ചെന്നിട്ട് എന്താണ് പറ്റിയത്, ഇപ്പോൾ പെട്ടെന്ന് നിനക്ക് വയ്യാതാവാനായിട്ട് നീ ഭയങ്കര ഒരുമാതിരി ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹുവായുങ്ങ് പറയുന്നുണ്ട്, അത് പിന്നെ ഷുവായുവിൻ്റെ ഫെറോമോൺസ് റിലീസാവുന്ന ആ ഒരാഴ്ച അവൻ എന്നോട് നിന്നില്ല, പകരം വേറെ ഏതോ ഒമേഗയുടെ കൂടെ പോയി നിന്നു എന്ന് പറയുന്നുണ്ട്. ഷുവായു മാറിയിരിക്കുന്ന സമയത്ത് അവനോട് മറ്റൊരു ഒമേഗ ഉണ്ടായിരുന്നില്ല. അത് ഹുവായുങ്ങ് തെറ്റിദ്ധരിച്ചൊരു കാര്യമായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നതിലും അവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹുവായുങ്ങാണെങ്കിൽ അവൻ്റെ ഫെറോമോൺ മോഡിഫയറിൻ്റെ ഡോസേജ് ഭയങ്കര അധികമാക്കി. അത് കാരണമാണ് അവനാണെങ്കിൽ ഉറങ്ങി കിടന്ന സമയത്ത് അവൻ്റെ ബോധം പോയതും ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയതും. ആ ഒരു കാര്യം ഷെന്നിനോട് പറയുമ്പോൾ ഷെന്നി ചോദിക്കുന്നുണ്ട്, നിനക്ക് ശരിക്കും വട്ടാണല്ലേ അവന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാനായിട്ട്. ആ സമയം ഹുവായുങ്ങ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഷുവായു ആണെങ്കിൽ ഭയങ്കര സുന്ദരനാണ്, ഒത്തിരി ആൾക്കാർ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ ട്രൈ ചെയ്യാൻ മാത്രമല്ലേ പറ്റുള്ളൂ എന്ന്. എന്നപ്പോൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് അവനെക്കുറിച്ച് കെയർ ചെയ്യാൻ പോകുന്നത്? ഞാൻ വിചാരിച്ചു നിനക്ക് അവൻ്റെ അടുത്ത് ലവ് ഉണ്ട്, അവനൊരു നല്ല ചെക്കനായിരിക്കുമെന്ന്. എന്നാൽ അവനും മട്ടാണ്, നിനക്കും മട്ടാണ്. അവനാണെങ്കിൽ എൻ്റെ കമ്പനിക്കെതിരെ എന്തൊക്കെയോ റിപ്പോർട്ട് വരെ കൊടുത്തിട്ട് ഇപ്പോൾ എനിക്ക് നഷ്ടത്തിലായിരിക്കും. ആ നഷ്ടം നീ വേണം നികത്താനായിട്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹുവായുങ്ങ്, ഞാനെന്തിനാ അങ്ങനെ ചെയ്യണം, അവനങ്ങനെ ചെയ്യുന്നില്ലേ, ഞാനെന്തിനാ നിന്നെ സഹായിക്കണമെന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം എനിക്ക് പിന്നെ അവനെതിരെ ഞാൻ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഷെന്ന് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും, വേണ്ട വേണ്ട, ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീയാണെങ്കിൽ ഇനി അവനെ ഒഴിവാക്കി നടന്നാൽ മതി, അവൻ്റെ അടുത്തേക്ക് ചുമ്മാ മിണ്ടാനൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെന്നാണെങ്കിൽ, നീ പറയുന്നതായിട്ട് തോന്നും ഞാനാണ് മിണ്ടാൻ പോകുന്നതെന്ന്, അവൻ പണി തരാനായിട്ട് എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്, അല്ലാതെ ഞാൻ അവനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ ഹുവായോങ്ങിൻ്റെ ഡോറിൻ്റെ വെളിയിൽ ബോഡി ഗാർഡ്സ് നിൽപ്പുണ്ടായിരുന്നു. ഹുവായോങ്ങിനെ ഉറക്കണീറ്റ് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും, ഞങ്ങൾ പോയി ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ആ ബോഡി ഗാർഡ്സ് പുറത്തൊന്ന് പറയുന്നുണ്ട്. ആ സമയം ഹുവായോങ്ങ്, അല്ല പുറത്ത് ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ, പിന്നെ നീ എങ്ങനെ അകത്ത് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ജനൽ വഴി കയറി വന്നതാണെന്ന് പറയുന്നുണ്ട് ഹുവായോങ്. അപ്പോൾ ഇത് 4ാമത്തെ നിലയാണ്, അതുവരെ നീ ജനൽ വഴി കയറി വന്നെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ആത്മാർത്ഥതയായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷുവായു ആണെങ്കിൽ താൻ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഹുവായോങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് ആ മെസ്സേജ് നോക്കിയിട്ട് ഷെന്നിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഷുവായു ഇങ്ങോട്ടേക്ക് വരും, വേറൊന്നുമില്ലെങ്കിൽ പൊക്കോളാനായിട്ട്. ആ സമയം ഷെന്ന്, ഓ നിൻ്റെ ചക്കൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ അങ്ങ് ഒഴിവാക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഷെന്ന് ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അവൻ ചാടുന്നതിന് മുന്നേ തന്നെ ഹുവായോങ് ഷെന്നിൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് ആവശ്യമില്ലാതെ ഷുവായുവിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെന്നും, എനിക്കും അതൊക്കെ തന്നെ പറയാനുള്ളത്, നിൻ്റെ ലവ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വെറുതെ ഹെൽപ്പ് ചോദിച്ചു വരരുത്, അതെനിക്കും ഇഷ്ടമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൈ വിടാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം, ഓ ഞാൻ കൈ വിട്ടേക്കാം, ഇവിടെ നിന്ന് വീണിട്ട് നീ ആണെങ്കിൽ ഇപ്പോൾ മരിക്കുമെന്നൊന്നും പേടിക്കണ്ട, എന്തായാലും നീ ഉടനെയൊന്നും മരിക്കില്ല, മരിക്കുന്നെങ്കിൽ ഒരു ചെക്കനെയും കിട്ടാതെ സിംഗിളായിട്ട് ഇരുന്നിട്ടേ നീ മരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷെന്നിൻ്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ട്. ഷെൻ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ഷുവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. നല്ല ഫുഡൊക്കെ കഴിക്കണം, എന്നാലും നീ ഓക്കെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സീറ്റിലേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും ഹുവായോങ്ങിൻ്റെ അടുത്ത്, നീ ഇവിടെ അല്ലല്ലോ ജനിച്ച് വളർന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, അല്ല എൻ്റെ ചേച്ചി ഇവിടുത്തെ ഹോസ്പിറ്റലായതുകൊണ്ട് ചേച്ചിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ, പിന്നെ നിങ്ങളെ കാണാനും വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് ഷെന്നിനെ കാണിക്കുമ്പോൾ ഷെന്നി ഇപ്പോൾ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിൽ ഗാവോ ആണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഗാവോ സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഷെന്നിനെ ഹുവായോങ്ങിൻ്റെ കസിനാണെന്ന് പറയുന്നൊരു പയ്യനാണ്. ആ പയ്യൻ കോൾ ചെയ്തിട്ട്, ഹുവായോങ് നിന്നോട് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം, ഇല്ല എന്നോട് ഇല്ല, അവൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, നീയല്ലേ അവൻ്റെ കസിൻ, അപ്പോൾ അവനെവിടെ ഉണ്ടെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. ആ സമയം ഗാവോയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം വീണ്ടും ഷെന്നിന് വേറെ എന്തോ 1-2 കോളൊക്കെ വരുന്നുണ്ട്. എന്നിട്ടൊരു മെസ്സേജ് വരുന്നുണ്ട്, അത് ഷെന്നിൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. നീ ആണെങ്കിൽ വേഗം വീട്ടിലോട്ട് വാ, അതിൻ്റെ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണെന്ന് അറിയാം, നീ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഷെന്നിയാണെങ്കിൽ നിന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഷെന്നി അവൻ്റെ ബ്രദറാണെന്നൊന്നും അറിയത്തില്ല. ആ സമയം അവൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതിൻ്റെ അന്ന് മുതൽ ആ വീട് എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗാവോയുടെ അടുത്ത് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു, ഷുവായു ആണെങ്കിൽ നമ്മുടെ കമ്പനിക്കെതിരെ നടത്തിയ കാര്യങ്ങൾക്കല്ല നമ്മൾ തിരിച്ചൊരു ആക്ഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാർ പുറത്ത് റെഡിയാണ്, എന്തെങ്കിലും അർജൻറ്റ് മീറ്റിംഗ് ആണോ, ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് ഷെന്നപ്പോൾ. അതൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചോട്ട് പോകുന്നുണ്ട്. അടുത്ത് വീണ്ടും ഹുവായോങ്ങിനെ ഷുവായുവിനെയും കാണിക്കുമ്പോൾ, നിങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ഹുവായോങ് പറഞ്ഞിട്ട് ഒരു വാച്ച് എടുത്ത് കൊടുക്കുകയാണ്. അതാണെങ്കിൽ ഷുവായു ഇടുന്നുണ്ട്. ആ സമയം ഹുവായും പറയുന്നുണ്ട്, അത് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല, അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാങ്ങാനായിട്ട് എൻ്റെ ഇപ്പോൾ ക്യാഷ് ഇല്ലാന്ന്. ആ സമയം ഷുവായു, പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട് നോക്കി
ഓക്കെ കൊള്ളാമല്ലോ എന്നിങ്ങനെ പറയാണ്. ആ ടൈമിലാണ് നമ്മുടെ ഷെന്നാണെങ്കിൽ ഗാവുവിനെ വിളിച്ചുകൊണ്ട് ഇതേ സെയിം റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഗാവു ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ ബിസിനസ് മീറ്റിങ്ങിനൊന്നും അല്ലേ വന്നതെന്ന്. ആ സമയം ഷെന്നെ ഇന്ന് എത്രാം തീയതിയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന് മെയ് 19 അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ഷെന്നെ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുപോലെ നിനക്ക് ഓർമ്മയില്ലേ നിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ആ സമയമാണ് ഇവരിങ്ങോട്ടേക്ക് കയറി വരുന്നത് ഹുവായോങ് കാണുന്നത്. അപ്പോൾ ഷെന്നിനെ കാണുമ്പോഴത്തേക്കും ഹുവായോങ്ങാണെങ്കിൽ പെട്ടെന്ന് തല തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഷുവായി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഷെന്നിനെ അവനും കാണുന്നുണ്ട്. ഹുവായോങ്ങിനെ ഉപദ്രവിച്ചതിന് പിന്നിൽ ഷെന്നാണ് എന്നിങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവനെ കാണുന്നതും ഷുവായു ആണെങ്കിൽ ഉടനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പിന്നെ അത് രണ്ടും തമ്മിൽ അവിടെ വെച്ച് വീണ്ടും ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഫൈറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അതേ ടൈമിൽ തന്നെ ഗാവോയ്ക്കാണെങ്കിൽ ആ ഒരു ഫെറോമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഷുവായുവിനെ ആണെങ്കിൽ ഷെന്ന് ഒന്ന് അടിക്കുന്നുണ്ട്, എന്നിട്ട് തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഷുവായി ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ, എന്താ നിനക്ക് എൻ്റെ അടുത്തുള്ള ക്രഷ് വല്ലതും ഉണ്ടോയെന്ന്. ആ സമയം ഷെന്നാണെങ്കിൽ വട്ടാണെങ്കിൽ നേരത്തെ ചികിത്സിക്കണം, ഇല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുവായു ആണെങ്കിൽ നീയാണെങ്കിൽ ഹുവായോ ഇങ്ങനെ കുറേ ഉപയോഗിക്കുന്നുണ്ട്, കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അത് മര്യാദയ്ക്ക് നിർത്തിക്കോളാനായിട്ട് പറയാണ്. ആ സമയം അതെന്തിനാണ് ഞാൻ നിർത്തുന്നത്, നീ എനിക്ക് എൻ്റെ കമ്പനിക്ക് പണി തരാൻ നോക്കിയതല്ലേ. ഹുവായോ ഇങ്ങനെ ഞാൻ എക്സ് ഹോൾഡിങ്സിലുള്ള പയ്യന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വഴി എനിക്കാണെങ്കിൽ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും ഷുവായുവിന് നല്ല ദേഷ്യം വന്നിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗാവോയ്ക്ക് വയ്യാതാവാതിരിക്കാനായിട്ട് ഷെന്നാണെങ്കിൽ ഗാവോയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് മാറി എന്നോളാനായിട്ടും പറയുന്നുണ്ട്. ആ സമയം ഹുവായോങ് വന്നിട്ട് ഷുവായുവിനെയും തടയുന്നുണ്ട്. ഷുവായുവിനൊന്ന് പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഷെന്ന് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഹുവായോങ്ങിനെ കൊണ്ടുപോകുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ഷുവായുവിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അതേസമയം തന്നെ ഷെന്നാണെങ്കിൽ ഗാവോനെ വിളിച്ചോട്ട് അവിടെ പോവുകയാണ്. നേരെ വന്നത് ഗാവോയുടെ വീട്ടിലേക്കായിരുന്നു. അടിയുണ്ടായപ്പോൾ ഉണ്ടായ മുറിവുകൾക്കെല്ലാം ഗാവോ ഇപ്പോൾ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന്. ആ സമയം ഷെന്നാണെങ്കിൽ എനിക്കറിയില്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഷുവായു വരുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷെന്ന് എന്താ നിനക്കെന്നെ വിശ്വാസമില്ലേ, അവൻ അവിടെ കിടന്ന് പറഞ്ഞ പോലെയൊക്കെ ഞാനാണെങ്കിൽ ഹുവായോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ശരിക്കും ചെയ്തു എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗാവോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, എനിക്കറിയത്തില്ല നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഷെന്നപ്പോൾ നീ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്നെയാണോ ഷുവായുവിനെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആരാണോ ശരിയായിട്ടുള്ള കാര്യം ചെയ്തത് ഞാൻ അയാളാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുവായു ആണെങ്കിൽ അവിടെ പബ്ലിക്കായിട്ട് അടി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അവനല്ലേ മോശം ചെയ്തത് ഞാനല്ലല്ലോ എന്നിങ്ങനെ ഷെന്ന് പറയാണ്. ആ ടൈമിന് ഗാവോ എനിക്കറിയാൻ പാടില്ല, അപ്പം തന്നെ 1 മണിയായി, തിരിച്ച് കമ്പനിയിലോട്ട് പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെന്നാണെങ്കിൽ എനിക്ക് പോകണം, എനിക്കല്ലെങ്കിലും നിൻ്റെ ഈ സ്ഥലത്ത് നിൽക്കാനൊന്നും താല്പര്യമില്ല, നിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ നിങ്ങൾക്കിത് പറ്റിയ സ്ഥലമില്ല, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയാണ്. ഷെന്നപ്പോൾ സീരിയസ്ലി നീ എന്തിനാ എപ്പോഴും എന്നെ കുറ്റക്കാരനാക്കിയിട്ട് ആ ഒരു ഹുവായോങ്ങിനെയും പിന്നെ ഷുവായിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, നിനക്കെന്താ ഷുവായിൻ്റെ അടുത്ത് ലവ് വല്ലതും ഉണ്ടോ, അതുകൊണ്ടാണോ അവൻ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിനക്കാണെങ്കിൽ ഒരു ബീറ്റി ആയിട്ട് പോലും അതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിന് ഗാവോയ്ക്ക് അത് നേരെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം അവനാണ് ഇങ്ങനെ തലയൊക്കെ കറങ്ങിയിട്ട് വീഴുമെന്നുള്ള സിറ്റുവേഷനായി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഷെന്നെ മനസ്സിലാക്കിയിട്ട് എന്ത് പറ്റി ഇങ്ങനെ ചോദിക്കുന്നതും ഗാവോ തല ഇറങ്ങി വീഴാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ഗാവോനെ ഇപ്പോൾ ഷെന്നാണെങ്കിൽ ഇങ്ങനെ ബെഡിൽ കിടത്തിയിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടവലൊക്കെ തന്നെ ചെന്നിട്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഗാവോയ്ക്ക് ബോധം വരുന്നുണ്ട്. അപ്പോൾ ഷെന്നാണെങ്കിൽ നിന്നെല്ലാം മരുന്നുകളെല്ലാം ഇരിപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഷെന്നപ്പോൾ എങ്കിൽ ഞാൻ പോയി മരുന്ന് വെച്ചിട്ട് തരാം, നിനക്ക് പനിയായിട്ട് പോലും ഒന്ന് ഡോക്ടറിനെ പോയി കാണാൻ വയ്യായിരുന്നോ, നേരത്തെ പോവാത്തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഗാവോടെ ഷെന്നെ തടങ്ങിയിട്ട് എനിക്ക് മരുന്ന് വേണ്ട, കുറച്ചേരം നിങ്ങൾ എന്നോട് ഇരിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഷെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. ഷെന്ന് അടുത്തിരിക്കുന്നുണ്ട്, ഗാവോ ഉറങ്ങുന്നുണ്ട്. ആ സമയം ഷെന്ന് നോക്കിയപ്പോഴത്തേക്കും ഗാവോയുടെ ബർത്ത്ഡേ കഴിയാനായിട്ട് ഇനി 1 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. അങ്ങനെ ഷെന്നാണെങ്കിൽ ഗാവോയ്ക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ആ സമയം ഹുവായോങ് ഷെന്നിന് മെസ്സേജ് അയച്ചിട്ട് ഇനി നീ ഷുവായുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ടും ഇനി ഞാൻ നിന്നെ ഒന്നിനും ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെന്നാണെങ്കിൽ തിരിച്ച് മെസ്സേജ് അയച്ചിട്ട് അതിന് ആരാ ആദ്യം അടി ഉണ്ടാക്കാൻ വന്നത്, ഞാനാണെങ്കിൽ എന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്തതാ, അവനാണ് ഫസ്റ്റ് അടി ഉണ്ടാക്കാൻ വന്നത്, പിന്നെ ആരെ സഹായിക്കുന്നത്, ഞാൻ നിന്നെയാണ് സഹായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതേസമയം ഹുവായോങ് ആണെങ്കിൽ ബെഡിൽ ഇരിക്കുമായിരുന്നു. ആ ടൈമിന് ഷുവായു അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പം നിൻ്റെ ഹെൽത്ത് ഓക്കെ ആണോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ നന്നായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുവായു ആണെങ്കിൽ ഞങ്ങളുടെ ഒരു ഡീലാണെങ്കിൽ അത് സെറ്റായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി ഉണ്ട്, നാളെ നീ അതിന് എൻ്റെ കൂടെ വരാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഇവരുടെ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിന് ഹുവായോങ്ങിൻ്റെ അടുത്ത് ഷുവായു ആണെങ്കിൽ കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹുവായോങ് ആണെങ്കിൽ നന്നായിട്ടായിരുന്നു ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഷുവായു പറയുന്നുണ്ട് കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്താൽ മതിയായിരുന്നല്ലോ, ഇപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഒത്തിരി ആൾക്കാരപ്പോൾ നിന്നെ നോക്കത്തില്ലേ, എനിക്ക് ജലസാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുവായോങ് ആണെങ്കിൽ നിന്നെയും എല്ലാ ദിവസവും ഒരുപാട് പേര് നോക്കുന്നുണ്ട്, ഞാനും ജലസാവും എന്ന് പറയാണ്. ആ സമയം ഷുവായു അപ്പോൾ അതിന് പകരം നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ
ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹുവായോങ് ആണെങ്കിൽ ഷുവായിനെ കിസ് ചെയ്യാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്താണ്. അവിടെ ഓൾറെഡി ഷുവായുവിൻ്റെ 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. വേറെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അപ്പോൾ പാർട്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും കാണുമ്പോഴത്തേക്കും നീ ഹുവായോങ്ങിനെയൊക്കെ കൊണ്ടാണ് വന്നതെന്ന് ഷുവായുവിൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷുവായിനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കോൾ വരാണ്. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഷുവായു പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ഹുവായോങ്ങിൻ്റെ അടുത്തേക്ക് ഷുവായുവിൻ്റെ ഫ്രണ്ട് വന്നിരുന്നിട്ട് നീയാണെങ്കിൽ ഇടയ്ക്ക് മിസ്സിംഗ് ആയി പോയി എന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. ആ ടൈമിന് ഷുവായു ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിപ്പോയി. അവൻ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഒമേഗയ്ക്ക് വേണ്ടിയിട്ടും അവൻ ഇങ്ങനെ ടെൻഷനാവുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഷുവായു അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അറിഞ്ഞത് ഇപ്പോൾ എന്തൊക്കെയോ മെമ്പേഴ്സൊക്കെ ചേർന്നിട്ട് എന്തോ റീ ഇലക്ഷൻ എന്തോ നടത്താൻ പോകുന്നതാണ്. അതിൽ നിന്ന് നിങ്ങളുടെ പേര് ഒഴിവാക്കി ചെയർമാൻ്റെ സ്ഥാനം മാറ്റാൻ എന്തോ ആണ് അവരുടെ പ്ലാൻ എന്നാണ് അറിഞ്ഞതെന്നും പറയുന്നുണ്ട്. ആ സമയം ഷുവായു അതെന്താ അവർ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ നമ്മളാണെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടും ഇപ്പോൾ കുറേ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട് ഷെന്നിൻ്റെ കമ്പനിക്ക് കുറേ നഷ്ടം വരുത്തിയല്ലോ. അപ്പോൾ അതിനെതിരെയായിട്ട് അവരെന്തൊക്കെയോ നമുക്കിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിയത്. നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡ്രഗ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നോക്കി നമ്മൾ കറക്റ്റായിട്ട് പൈസ ചിലവാക്കി തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത കുറേ ബിറ്റ്സിൻ്റെയും കാര്യങ്ങളുടെയും പേപ്പറൊക്കെ നീ നാളെയാണെങ്കിൽ എൻ്റെ ടേബിൾ റെഡിയാക്കി വെച്ചിരുന്നതാണ്. ബാക്കി മീറ്റിങ്ങിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കെട്ടിയാണ്. ഇതേസമയം വീണ്ടും ഷുവായുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഹുവായോങ്ങിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ലോകത്ത് ആ ഒരു ആൽഫയായിട്ട് ഷുവായു മാത്രമല്ലല്ലോ ഉള്ളത്, നീയും കൂടെ എന്നെ വേണമെങ്കിൽ നിൻ്റെ ഫോൺ നമ്പറിൽ ഒന്ന് നമ്പറൊക്കെ ചേർത്ത് ആഡ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം എന്താ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും ഷുവായും തമ്മിൽ ബ്രേക്കപ്പ് ആവുന്ന കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഷുവായിൻ്റെ ഫ്രണ്ട് അതെ, നീ അവനായിട്ട് എന്തെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ നീ വേണമെങ്കിൽ എൻ്റെ അടുത്തോട്ട് വന്നോ, അവൻ നിന്നെ നോക്കുന്നില്ല ഞാനും നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിന് പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം അയാളാണെങ്കിൽ എന്താ നീ അതിന് ഞാനായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ടിരുന്നിട്ടില്ലല്ലോ, എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്ന് നിനക്ക് അതിനെ അറിയത്തില്ലല്ലോ. പിന്നെ നീയാണെങ്കിൽ ഷുവായുവിനെ മീറ്റ് ചെയ്തിട്ടും ഒത്തിരി ഒന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ നിനക്ക് വേറെ ആൾക്ക് ഫീലിങ്സ് തോന്നാൻ ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം എല്ലാം തന്നെ ഹുവായോങ് ഇല്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നിനക്കതിൽ ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ, എങ്കിൽ പിന്നെ ഷുവായുവിനാണ് വേറെ ആൾക്ക് ഫീലിങ്സ് തോന്നുന്നെങ്കിലോ അവനാണെങ്കിൽ നിന്നെ വിട്ടിട്ട് പോകത്തില്ലെന്നും ഉറപ്പില്ലല്ലോ എന്നിങ്ങനെ പറയാം. അന്വേഷണം കാണിക്കുന്നത് അടുത്ത ദിവസം ഓഫീസിൽ ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് ഷുവായു ആണെങ്കിൽ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. അതിനുശേഷം എന്തോ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഹുവായു ആണെങ്കിൽ ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു പയ്യനെ കാണുന്നുണ്ട്. എന്നാൽ അവന് ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ പയ്യനെ അറിയാമെന്നുള്ളത് എക്സ് ഹോൾഡിങ്സിൻ്റെ സിഇഒയുടെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അറിയാമെന്നുള്ളത്. അപ്പോൾ അയാളുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. ഹുവായിൻ്റെ കൂടെ ആ സമയം അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഷൂഷിനും ഉണ്ടായിരുന്നു. ഈ ഷൂഷിനെ അവൻ്റെ സ്വന്തം ഗേൾ ഫ്രണ്ട് ആയിട്ടല്ല കൊണ്ട് നടക്കുന്നത്, ഇതുപോലെ ആൾക്കാരുടെ മുന്നിൽ ഗേൾ ഫ്രണ്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഹുവായോങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ ഷുവായി സംസാരിക്കുന്ന ടൈമിന് അയാളാണെങ്കിൽ അവിടെ റൂമിലുള്ള ഒരു ക്യാമറയുണ്ട്, ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. അതേസമയം നമ്മൾ കാണിക്കുന്നുണ്ട് ആ ഒരു ക്യാമറയിൽ കൂടെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹുവായോങ് അവൻ്റെ ഫോൺ വഴി കാണുന്നതും. അങ്ങനെ വീണ്ടും അടുത്ത് ഇവരൊക്കെ സംസാരിക്കുന്ന കാണിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വേറൊരു കമ്പനിയുടെ ഓണറായിട്ടുള്ള എന്തോ ഒരാൾ സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അയാൾക്ക് ഷുവായുവിനെ പരിചയമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ഷുവായിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന ടൈമിന് തന്നെ ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ഷുവായിനെ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് കാറിൽ പോകുന്ന ടൈമിന് ഷൂഷനാണെങ്കിൽ ഷുവായിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അയാളാണെങ്കിൽ ഇന്നെ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അയാൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പോലും അയാൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, എന്നെ കൊണ്ട് തന്നെ ഡ്രിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കിസ് ചെയ്യാനായിട്ട് പതുക്കെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ട്യൂഷനാണെങ്കിൽ നീ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇന്ന് നീ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവനപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് അവളെ ഫസ്റ്റ് വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. അവനപ്പോൾ ഓക്കെ എന്ന് പറയാണ്. നോക്കുമ്പോഴത്തേക്കും അവൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി പോകുന്നുണ്ടിട്ട് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, അതെ അവനെ തുടരുത്, മര്യാദയ്ക്ക് നീങ്ങിയിരുന്നു, അവൻ ഓൾറെഡി വേറെ ഒമേഗ ഉണ്ടെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നേരെ ഷെന്നിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഷെന്ന് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനെ പിടിച്ചൊക്കെയാണ് റൂമിലേക്ക് കൊണ്ടാക്കുന്നത്. അങ്ങനെ ഹുവായോങ്ങിൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് അസിസ്റ്റൻറ്റ് പോകുന്നുണ്ട്. ഹുവായോങ്ങിനാണെങ്കിൽ ഇവ ഇത്രയും ഡ്രിങ്ക് ചെയ്തുകൊണ്ടാണോ അതോ അവൻ്റെ കൂടെ ആ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നത് ആ ഒരു ക്യാമറ വഴി കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. ഹുവായോങ് നല്ല ദേഷ്യത്തിലായിരുന്നു. ഇവനെയും കൊണ്ട് റൂമിൽ കിടത്തിയിട്ട് ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ദേഹത്ത് വേറൊരാളുടെ സ്മെല്ലുണ്ട്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനെ വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം ഹുവായോങ് ആണെങ്കിൽ ഫെറോമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഷുവായി ഉറക്കണിക്കുമ്പോഴത്തേക്കും ഹുവായോങ് അവന് കുടിക്കാനായിട്ട് സൂപ്പൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നീ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ വന്നപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, പക്ഷെ ഇന്നൊന്നും കഴിച്ചില്ലാന്ന്. ആ സമയം ഷുവായി പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഡ്രിങ്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നീയാണെങ്കിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, വെറുതെ എനിക്ക് വേണ്ടിയിട്ട് നീ നിൻ്റെ ഉറക്കം കളയാൻ കഷ്ടപ്പെടേണ്ടാന്ന്. അതിനുശേഷം അവനിങ്ങനെ ഓഫീസിൽ ഇരിക്കുകയാണ്. ആ സമയം അസിസ്റ്റൻറ്റ് പയ്യമെന്ന് പറയുന്നുണ്ട്, മറ്റേ എക്സ് ഹോൾഡിങ്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അയാളാണെങ്കിൽ അവർ തന്നെ നടത്തുന്ന ഒരു പ്രൈവറ്റ് മീറ്റിംഗ് അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. ആ സമയം ഇന്നലെ എന്തായാലും പോയി ഡ്രിങ്ക് ചെയ്തത് വെറുതെ ആയില്ല, ഒരു ഗുണം ഉണ്ടായല്ലോ എന്ന് ഷുവായി പറയുന്നുണ്ട്. അതേസമയം ഷുവായി വയ്യാതിരിക്കുന്ന കണ്ടിട്ട് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടിട്ട് തീരെ വയ്യാത്ത പോലെ തോന്നുന്നു, ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന്. അതിനുശേഷം ഇവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഇരിക്കുന്ന ടൈമിന് ഷുവായിനാണെങ്കിൽ വല്ലാണ്ട് വയ്യാതാവുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ബാക്കി വർക്കേഴ്സ് അവരൊക്കെ ഒമേഗാസ് ആണ്, ഇവരൊരു ആൽഫ
കോഫി ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ ഫെറോമോൺസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവൻ്റെ അസിസ്റ്റൻറ്റ് പോയിട്ട് ഇവനൊരു ഇൻഹിബിറ്റർ പാച്ച് കൊണ്ടുവന്ന് വച്ച് കൊടുക്കുന്നുണ്ട്. അത് വയ്ക്കുമ്പോഴാണ് അവൻ്റെ ഫെറോമോൺസ് പുറത്തേക്ക് വരുന്നത്, ഒന്ന് കൺട്രോൾ ആവുന്നത്. അതേ ടൈമിന് തന്നെ അവനെ റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ പെട്ടെന്ന് തല ഇറങ്ങി വീഴാണ്. അങ്ങനെ ഉടനെ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും വണ്ടി വിളിക്കാനായിട്ട് പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതിന് ബൈ.